വടുവഞ്ചാലിലേക്ക് പോകുന്നു. വടുവഞ്ചാലിൽ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ വടുവഞ്ചാലിൽ നമ്മളെ കാത്തു നിൽക്കുന്ന മനുഷ്യരുമായിട്ട് സംസാരിക്കും. നമുക്ക് വടുവഞ്ചാലിൽ പോയി ഉണ്ണി ബാലകൃഷ്ണനെ അവിടെയുള്ള സംഘത്തെ നമുക്ക് കാണാം. നേരെ ഉണ്ണി ബാലകൃഷ്ണനിലേക്ക്. ഉണ്ണി ബാലകൃഷ്ണൻ, വടുവഞ്ചാലിലെ മനുഷ്യരുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഞങ്ങൾ വടുവഞ്ചാലിലേക്കുള്ള യാത്രാ മധ്യയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ. താങ്ക് യു അരുൺ. ഞാനിപ്പോൾ വടുവഞ്ചാലിലാണുള്ളത്. വടുവഞ്ചാൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നഗരപ്രദേശമാണ് കേട്ടോ. ഒരു ടൗണാണ്. ഈ ടൗണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വയനാട് ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റായി, വളരെ പ്രാധാന്യമുള്ള ഒരു സ്പോട്ടാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാടായി. ഇവിടെ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം, അതൊക്കെ മലയാളികൾക്ക് നല്ല സൺറൈസ് വാലി, അതേപോലെ പല വ്യൂ പോയിന്റുകൾ, ഇതൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് നല്ല സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നിർബന്ധമായും വരേണ്ട ഒരു സ്ഥലമാണ് ഈ വടുവഞ്ചാൽ എന്ന് പറയുന്ന മേഖല. എല്ലാവരും അത്ര മനോഹരമാണ് ഈ പ്രദേശം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ പിന്നെ ദുരന്തത്തിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഈ മേഖല, വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. എനിക്ക് ചുറ്റും ഈ കൂടി നിൽക്കുന്ന മനുഷ്യരെല്ലാം ഒരർത്ഥത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ ഉപജീവനം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ അവരുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതിസന്ധി എങ്ങനെ മാറ്റാം, ആ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനുള്ളൊരു മുൻകൈയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെയൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ സാർ, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ തൊട്ടടുത്താണ് ഈ മീൻമുട്ടി വാട്ടർഫോൾസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ കൃഷിയെല്ലാം അങ്ങ് തകർന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ ടൂറിസം വ്യവസായമാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഈ നമ്മളെ ഈ പൊതുവേ കാലവർഷം, അതുകൊണ്ട് നമ്മൾ കാർഷിക മേഖല വളരെ പ്രതിസന്ധിയാണ്. പിന്നുള്ളത് സാറ് പറഞ്ഞതുപോലെ ടൂറിസം മേഖലയാണ്. ഈ ടൂറിസം മേഖല നമ്മുടെ പ്രദേശത്തുള്ളത് ഈ സാറ് സൂചിപ്പിച്ച ഈ മീൻമുട്ടി, നീലിമല, സൺറൈസ് വാലി പോലുള്ള പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വിവിധ ജില്ലകളിൽ നിന്ന് പോലും വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മൾ വടുവഞ്ചാൽ. ഇപ്പം കുറേ നാളുകളായിട്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ടൂറിസ്റ്റ് അങ്ങനെ ആളുകൾ വരവ് കുറഞ്ഞു. ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒന്നുമില്ലാതെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, കാർഷിക മേഖലക്കൊക്കെ വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനൊരു വ്യാപാര വ്യവസായ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ കാപ്പിയും വാഴയൊന്നും ഇല്ലല്ലോ അല്ലേ? വാഴയുള്ളതൊക്കെ കുരങ്ങുകളൊക്കെ നശിപ്പിച്ചു പോകുന്നു. കാപ്പിയാണെങ്കിൽ 25% കാപ്പിയാണ് ഈ പ്രാവശ്യമുള്ളത്. അത്രയും കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാപ്പി ക്രോപ്പില്ല, അതുപോലെ മുളകില്ല. ആകെയുള്ളത് വാഴയും കാര്യങ്ങളൊക്കെ തന്നെ. അത് കുരങ്ങിൻ്റെയും മറ്റുള്ള വന്യമൃഗ ശല്യങ്ങളോടും അത് ഉണ്ടാകാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയാണ്. കർഷകരും അതുപോലെ വ്യാപാര മേഖല, കാർഷിക മേഖല, എല്ലാ മേഖലയിലും ഒരു തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപോയി. അവർക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ അവരൊക്കെ പട്ടിണിയിലായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് നിങ്ങൾ ഈ റിപ്പോർട്ട് ചാനൽ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് എത്തിക്കുന്നതോട് കൂടിയിട്ട് മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ എന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. ഈ ഒരു മാസം മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ? ഈ ഉരുൾപൊട്ടലിന് മുമ്പ് ഏകദേശം ക്ലിക്കായി വരുന്നൊരു അവസ്ഥയിലായിരുന്നു. ഏകദേശം പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന ആ അവസ്ഥയിലായിരുന്നു ഉരുൾപൊട്ടൽ വന്നത്. ഉരുൾപൊട്ടൽ വന്നതോട് കൂടിയിട്ട് വയനാട് എന്തോ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ള ഒരു പ്രതിനിധി ഇതിലും വന്നുപെട്ടു. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്ല, പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും വയനാട്ടിൽ സുരക്ഷിതരായി തന്നെ താമസിക്കുന്നുണ്ട്, വളരെ വിശ്വാസത്തോടെ തന്നെ താമസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ഒരു വിഷയങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രതിസന്ധി ഇല്ലാതെ ജീവിച്ചു വരുന്ന ജില്ലയാണ് വയനാട് ജില്ല. ഇത് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിലെ ഒരു 3 വാർഡിനെ മാത്രമാണ് ബാധിച്ചത്. പക്ഷേ പുറം ലോകത്തേക്ക് വയനാട് ദുരന്തം എന്ന് പറയുന്നതുകൊണ്ട് വയനാട് മൊത്തം ദുരന്തത്തിൽപ്പെട്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് ഒരു വലിയ ശ്രമം. അത് നിങ്ങളുടെ റിപ്പോർട്ടർ TVൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഞങ്ങളത് നിങ്ങളെ അഭിനന്ദിക്കാനും കൂടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ വയനാട് ദുരന്തം ഒന്നും പറയാറില്ല. ഞങ്ങളിപ്പോൾ ചൂരൽമല, മേപ്പാടി ദുരന്തം, അങ്ങനെ മുണ്ടക്കൈ ദുരന്തം എന്നാണ് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വയനാട് എന്നുള്ളത് ഒഴിവാക്കിയാൽ തന്നെ ആളുകൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമല മാത്രമാണ് പറഞ്ഞിരുന്നത്. കവളപ്പാറ ഉണ്ടായപ്പം കവളപ്പാറ മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നത്. വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രം ഉൾക്കൊണ്ടപ്പോൾ വയനാട് മൊത്തം എന്നുള്ളത് ജനങ്ങൾ അത്ര എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്.
ഒരു വിഷയം എന്താ വെച്ചാൽ പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയെ പറയുന്നില്ല, പൂർണ്ണമായിട്ടും പറയുന്നത് വയനാടിനെ പറയുന്നത്. കാരണം 3 വാർഡുകളുടെ ഒരു പ്രതലം മാത്രമാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. നിലവിലെ ചാലിയാർ ഒഴുകുന്നുണ്ട്, ആ ചാലിയാർ ഒഴുകുന്നതിലേക്ക് പൂർണ്ണമായിട്ടും അന്ന് നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പൊട്ടുണ്ടായ ഭാഗം കുറഞ്ഞ ഏകദേശം ഒരു 400-ൽ താഴെ കുടുംബങ്ങളുടെ വീടുകളാണ് പൂർണ്ണമായി പോയി എന്ന് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി കണക്കെടുത്തിട്ടുള്ളത്. ആ 400-ൽ താഴെ കുടുംബങ്ങളുടെ പേര് യഥാർത്ഥത്തിൽ പറയുന്നതിന് പകരം വയനാട് ഒരു ഭീകരാവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ നോക്കൂ, ഏറ്റവും നല്ല ഈ മഞ്ഞ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇടുക്കി ജില്ലയിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആ ദുരന്തങ്ങളിൽ ഏതെങ്കിലും ഇടുക്കി പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ മഞ്ഞിൻ്റെ തൊട്ട അതിർത്തി അമ്പലവേൽ പഞ്ചായത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം, തികച്ചും വെയിലാണ്. വടുവഞ്ചാലിലെ പ്രദേശം എന്ന് പറയുന്നത് മഞ്ഞ് മൂടി ഒരു ഊട്ടി കാലാവസ്ഥ. ഊട്ടിയിൽ വലിയ തണുപ്പും ഊട്ടിയിലെ കാലാവസ്ഥ എന്നാൽ തണുത്ത് വിറച്ച കാലാവസ്ഥയാണ്. താഴോട്ട് പോയാൽ വലിയ ചൂടാണ്. ഇത് രണ്ടിനുമുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ മഞ്ഞ് മൂടിയ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ളൊരു പ്രദേശം. ഇവിടെ നമുക്കിപ്പോൾ മീൻമുട്ടി തുറക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. മീൻമുട്ടി ഇപ്പോൾ തുറക്കാൻ ഏകദേശം നാട്ടുകാരും ഗവൺമെൻറ്റും എല്ലാം തയ്യാറായി നിൽക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ പേരിൽ മീൻമുട്ടിക്ക് വരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇതിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഏക പ്രതീക്ഷ ഈ ഇത് തന്നെയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസം തന്നെയാണ്. ഇനി കാർഷിക മേഖലയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും 60 വർഷത്തെ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൂടി പിന്നോട്ടടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഫീലിംഗ് എന്ന് പറയുന്നത്. കണ്ട ആളുകളൊക്കെ കൈയടിക്കുന്നു, ആളുകൾ ഒപ്പം നിൽക്കുന്നു. ഇവിടുത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു ആശുപത്രിയില്ല, ഒരു മെഡിക്കൽ കോളേജില്ല. പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതം വന്നാൽ കോഴിക്കോടേക്ക് പോകണം, ചൊരാകെ നേരം ബന്ധായി കിടക്കും. നല്ലൊരു മെഡിക്കൽ കോളേജ്, പേരിനൊരു മെഡിക്കൽ കോളേജിൻ്റെ മാനന്തവാടി, അതിലൊന്നുമില്ല. അത് ഏറ്റവും വലിയ വയനാട്ടിലുള്ള ഒരു ദുരന്തമാണത്. കാരണം ഒരു മെഡിക്കൽ കോളേജ് അത്യാഹിത ഘട്ടം വന്ന ചുരത്തിൽ എത്രയോ ആൾ മരിച്ചിട്ടുണ്ട്, കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് എത്തൂല അതിൻ്റെ മുന്നേ. അപ്പോൾ അത് ഒന്ന് സാറ് ഒന്ന് റിപ്പോർട്ടിൽ ഒന്നത് കോഴിക്കോടത്തിൽ ഒരേ പാലക്കാരാണ്. അപ്പോൾ ഒന്ന് എന്താക്കണം സാറ്, അത് എന്താക്കണം, അതൊന്ന് റിപ്പോർട്ടിൽ കൊടുക്കണം. അല്ല, ഞങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അരുണിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പം ഇനിയിപ്പോൾ അരുണൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഈ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ. ഇതാണ് അവരൊക്കെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ മുന്നോട്ട് വരാം, അങ്ങനെയാണ് ആലോചിക്കുന്നത്, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം. ആ പിന്തുണയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വയനാട് ദുരന്തമില്ല, മറിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ദുരന്തമുണ്ടായത്. അത് 3 വാർഡിൽ മാത്രമായിരുന്നു. വയനാട് ദുരന്തം എന്ന് പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ അതിനെ ചിത്രീകരിക്കുമ്പം അത് ഈ നാടിൻ്റെ നട്ടെല്ലായ ടൂറിസം മേഖലയെ തകർത്തെറിയുകയാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വയനാടിനോടൊപ്പം കൈകോർക്കാനായി എല്ലാവരും തയ്യാറാകണമെന്നാണ് റിപ്പോർട്ടർ ടി വിക്ക് പറയാനുള്ളത്. ഓ ടു അരുൺ.